19ാമത് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷണൽ സെന്ററിൽ വച്ച് നടന്നു. ഒപ്പം പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മോഹൻലാൽ മികച്ച നടനായും വേട്ട, കരിങ്കുന്നം 6 എന്നീ ചിത്രങ്ങൾ വിലയിരുത്തി മഞ്ജു വാര്യർ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. കലി, കമ്മട്ടിപ്പാടം എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് ദുൽഖർ സൽമാൻ ബെസ്റ്റ് ആക്ടർ ക്രിട്ടിക്സ് അവാർഡ് സ്വന്തമാക്കിയപ്പോൾ ആക്ഷൻ ഹീറോ ബിജു, ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് നിവിൻ പോളി ജനപ്രിയ നടനായി മാറി. മികച്ച സംവിധായകനായി ആക്ഷൻ ഹീറോ ബിജുവിന്റെ സംവിധായകൻ എബ്രത്ത് ഷൈനും, മികച്ച വില്ലനായി പുലിമുരുകനിലൂടെ ജഗ്പതി ബാബുവും, മികച്ച തമിഴ് നടിയായി ദേവിയിലൂടെ തമന്നയും, മികച്ച സഹതാരങ്ങളായി രഞ്ജി പണിക്കരും സേതുലക്ഷ്മിയും, മികച്ച ഡ്യുവറ്റായി ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ തിരുവാവണി രാവും തിരഞ്ഞെടുക്കപ്പെട്ടു. പുലിമുരുകനിലെ പ്രശസ്തമായ ഫ്ലിപ്പ് സീൻ ലൈവായി അവതരിപ്പിച്ച് ലാലേട്ടൻ പ്രേക്ഷകരെ ഞെട്ടിച്ചത് അവാർഡ് ചടങ്ങിന്റെ മാറ്റുകൂട്ടി. എന്നാൽ ഗപ്പി, മഹേഷിന്റെ പ്രതികാരം, കമ്മട്ടിപ്പാടം പോലുള്ള ചിത്രങ്ങളും പുതിയ നിയമത്തിലെ നയൻതാരയുടെ പ്രകടനവും കമ്മട്ടിപ്പാടത്തിലെ വിനായകന്റെ പ്രകടനവും പരിഗണിക്കാതിരുന്നതിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്.